ലെബനനിൽ ഇസ്രയേലിന്റെ വ്യോമാക്രമണ പരമ്പരയിൽ മരണം 492 കൊല്ലപ്പെട്ടവരിൽ 35 കുട്ടികളും 58 സ്ത്രീകളും 1645 പേർക്ക് പരിക്കേറ്റതായും ലെബനന്റെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. മേഖലയിലേക്ക് അമേരിക്ക സൈന്യത്തെ അയക്കും. വിവരങ്ങളുമായി ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കരയാണ് ചേരുന്നത്. മധു, ഗുഡ് മോർണിംഗ് എന്ന് പറയാമോ എന്നറിയില്ല. ചെറിയ കുഞ്ഞുങ്ങളും സ്ത്രീകളും അടക്കമാണ് ഇത്രയും പേര് മരിച്ചിരിക്കുന്നത് ഇസ്രയേലിന്റെ ഈ ആക്രമണത്തിൽ. ഇനി ഏത് രീതിയിലായിരിക്കും അമേരിക്കയുടെ ഒരു പ്രതികരണം ഇതിനോട്? ഇസ്രായേൽ നടത്തിയ ഏറ്റവും വലിയ വ്യോമാക്രമണത്തിൽ 492 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ഇത് ലെബനനാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതിൽ 58 സ്ത്രീകളും 35 കുട്ടികളും ഉൾപ്പെടുന്നു. 1600-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇന്നലെ ഏകദേശം 80,000-ലധികം പേർക്ക് വീടുകൾ അടിയന്തരമായി ഒഴിഞ്ഞു പോകാനുള്ള ഒരു അജ്ഞാത സന്ദേശം ലഭിച്ചിരുന്നു. ലെബനൻ അവരുടെ രാജ്യത്തെ യൂണിവേഴ്സിറ്റികളും അതുപോലെ സ്കൂളുകൾക്കും ഒക്കെ അവധി കൊടുത്തിരിക്കുകയാണ്. ക്ലാസ്സുകളെല്ലാം സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇത്രയധികം പേർ കൊല്ലപ്പെട്ടതിന്റെ വെളിച്ചത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രതികരണവും വന്നു തുടങ്ങിയിട്ടുണ്ട്. അനന്തരഫലം അനുഭവിക്കുവാൻ തയ്യാറായിക്കൊള്ളുവാനാണ് ഇസ്രയേലിന് ഇറാന്റെ ഭീഷണി എത്തിയിരിക്കുന്നത്. ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് നാസിർ കനാനി വളരെ ശക്തമായ ഭാഷയിലാണ് ഇസ്രയേലിന്റെ വ്യോമാക്രമണത്തെ ഇന്നലെ അപലപിച്ചിരിക്കുന്നത്. പാലസ്തീൻ മേഖലകളിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ഇസ്രയേലിന് പിന്തുണ നൽകുന്നു എന്ന് ആരോപിച്ച് അമേരിക്കയും നിശിതമായി അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിലിനോട് അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടാൻ ഇറാൻ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. അതേസമയം ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. അപകടത്തിന്റെ വഴിയിൽ നിന്ന് മാറി നിൽക്കുവാനാണ് ലെബനനിലെ ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്ന കേന്ദ്രങ്ങളിലെ ജനങ്ങളോട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഇസ്രായേൽ ലെബനൻ സംഘർഷം ഇത്രയധികം ഉയർന്ന സ്ഥിതിക്ക് അമേരിക്ക കൂടുതൽ സൈനികരെ ഈ മേഖലയിലേക്ക് അയക്കുമെന്നാണ് പെന്റഗൺ പറയുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ മാധ്യമങ്ങളോട് പെന്റഗൺ ഇപ്പോൾ പുറത്തുവിട്ടിട്ടില്ല. അതേസമയം ഈ സംഘർഷം വളരുന്നതിനെ ഒരു തരത്തിലും പിന്തുണയ്ക്കുകയോ അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യില്ലെന്ന് അമേരിക്ക വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് സഖ്യകക്ഷികളുമായി ഉടൻ ചർച്ച നടത്തുന്നതായിരിക്കുമെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രസ്താവനയും വന്നിട്ടുണ്ട്. ക്രിസ്റ്റിന. ശരി, ന്യൂജേഴ്സിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു മധു കൊട്ടാരക്കര. എന്തായാലും പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്നത് രാഷ്ട്രീയ സാമ്പത്തിക മേഖലകളെ കാര്യമായി ബാധിക്കാനിടയുണ്ട്.